ഈ ഒരു റൂട്ട് കണ്ടപ്പോൾ തന്നെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോണേന്നുള്ളത്. ഇനി മനസ്സിലാവാത്തവർക്ക് തന്നെ നമ്മുടെ ടൈറ്റിൽ കണ്ടപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഓരോ ഫോട്ടോസ് സീനറി പോലെയൊക്കെ വെക്കില്ലേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ പണ്ടത്തെയൊക്കെ ആ ഒരു കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പിൽ സ്ക്രീൻ സേവർ എന്ന് തന്നെയല്ല പറയുക, അങ്ങനെ ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇതുപോലത്തെയൊക്കെയുള്ള ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ എന്താ പറയുക, കാടിനുള്ള കൂടെയുള്ള ഒരു റോഡ് പോലെയൊക്കെയുള്ള പിക്ചേഴ്സൊക്കെ കാണാറുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഇത് എവിടെയാണാവോന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള നല്ല നല്ല റോഡുകളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. കാരണം വേറൊന്നുമല്ല, ഒരു തൃശ്ശൂർക്കാരിയായി ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഒരുപാട് പ്രാവശ്യം ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇങ്ങനെ റോഡിൻ്റെ ഭംഗിയൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ എത്തുന്ന സ്ഥലം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ എന്തായാലും സിൽവർ സ്റ്റോമും അതുപോലെ ഡ്രീം വേൾഡും ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോവുക. പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായാലും നമ്മളുടെ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരുടെ സ്കൂളിലും സിൽവർ സ്റ്റോം ആയിരിക്കും. അതിരപ്പള്ളിയിൽ ഒരു ദിവസത്തെ സ്റ്റേക്കേഷനാണ് നമ്മൾ പോണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ചാർപ്പ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 10 കിലോമീറ്ററും കൂടി നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങോട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിരപ്പള്ളിയുടെ ആ ഒരു ബോർഡർ അത് കടക്കുന്നതിൻ്റെ ആ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ചാർപ്പ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. നമ്മൾ പോയത് വെക്കേഷൻ്റെ ഒരു സമയത്തായതുകൊണ്ട് തന്നെ മഴയുള്ള ഒരു ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആയിരിക്കും ആ ഒരു ടൈമിങ് ആയിരിക്കും ഇത് കാണാനും കൂടുതൽ ഭംഗി. എന്താണ് വെള്ളത്തിൻ്റെ ഒരു വെള്ളം കാണാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഇതുപോലെ ഇത്രയും ഫോഴ്സിൽ ഇതുപോലെ നിറച്ച് വെള്ളം വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അതിരപ്പള്ളി റൂട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ തൊട്ടടുത്ത് അത് ഇറങ്ങി കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ ഒരുവിധം എല്ലാവരും അതിരപ്പള്ളി വരുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു വെള്ളച്ചാട്ടം പലർക്കും അറിയുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ ഒരു ഏരിയയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിരപ്പള്ളിയിലാണെങ്കിൽ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാർക്കിങ് അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പാർക്കിംഗ് ഇല്ല, എന്നാലും അധികം വണ്ടികളൊന്നുമില്ല. ഒരു 4-5 കാറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പോയ സമയത്ത്. അപ്പോൾ ഇനി അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിരപ്പള്ളി പോകുമ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടം കൂടി കാണാനായിട്ട് മറക്കണ്ട. പിന്നെ ഈ ഒരു റോഡ് കണ്ട് ചിലർക്ക് ചിലപ്പോൾ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, കുറച്ച് നേരമായല്ലോ. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഒരു റോഡിൻ്റെ ഭംഗി കാണുമ്പോൾ അതൊന്നും ഡിലീറ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല, അതാണ് സത്യം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ കാണുന്നതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങോട്ട് കയറാനായിട്ടുള്ള എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ സ്റ്റേ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ ഫ്ലോറ മിസ്റ്റി ഫോൾസ് റിസോർട്ടിലാണ് കേട്ടോ നമ്മളുടെ ഒരു ദിവസത്തെ സ്റ്റേക്കേഷനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 o'clock അങ്ങോട്ടായിരുന്നു, അതോ 3 ആയിരുന്നോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരു അരമണിക്കൂർ അങ്ങോട്ട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത്. കാരണം നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടം ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടാണല്ലോ, അങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെയും ബാക്കിലോട്ടാണ് നമ്മുടെ ഈ ഒരു ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരേണ്ടത്. ശരിയാ. അങ്ങനെ നമ്മൾ ചെക്ക് ഇന്നൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ടീ ടൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അതിരപ്പള്ളി ആ ഒരു വെള്ളച്ചാട്ടം ഇത്രയും ഭംഗിയിൽ ഇത്രയും അടുത്ത് കാണാനായിട്ട് നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. കാരണം അതിരപ്പള്ളി നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു എന്തായാലും ഏറ്റവും അടുത്തായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ അത്. പിന്നെ എന്തായാലും അതിരപ്പള്ളി വരുന്നവരെന്തായാലും ഈ ഒരു ഇത് കണ്ടിട്ടും ഉണ്ടാവും. എന്തായാലും നമ്മളിത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ റൂമിലെത്തി. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒരു ചെറിയൊരു റൂം ടൂർ ആയാലോ. അപ്പോൾ കയറി വരുന്ന മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഏരിയയും, പിന്നെ അവിടെ നമ്മുടെ ഒരു ഷെൽഫ്, പിന്നെ വാഷ്റൂമാണ് നമ്മുടെ കയറി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഒരു നോർമൽ ഒരു സാധാരണ ഒരു വാഷ്റൂം. ഇവിടെ ആ ഒരു എന്താ പറയുക, ഒരു കർട്ടൻ ഉണ്ടല്ലോ, അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടും. പക്ഷേ റൂമും കഴിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കാണണമെങ്കിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. കണ്ടിട്ടൊക്കെ കുളിക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുളിക്കാം. പക്ഷേ വേറെ ആരും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്വന്തം റിസ്കിൽ മാത്രം അങ്ങനെ കുളിക്കാം. പിന്നെ റൂമിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും കയറി അതിന് മേലെ കുത്തിമറിയാണ്. നല്ല കുത്തിമറിയാൻ പറ്റിയ ബെഡായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ റിസോർട്ടിലുണ്ടായിരിക്കാം.
ഇവർക്ക് എന്താ പറ്റിയെന്നറിയോ, നമ്മളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു ദിവസം മാറി നിൽക്കാനായിട്ട് വന്നപ്പോൾ രണ്ടാൾക്കും കുറച്ച് നേരമൊക്കെ അവിടെ കണ്ട് ചാടി മറിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് പോകണതെന്നുള്ള ചോദ്യമായിരുന്നു രണ്ടാൾക്കും. അപ്പോൾ അതിനേക്കാളും രസമായി. അവർക്ക് ഈ വന്ന് നിൽക്കണേക്കാളും വീട്ടിൽ പോയി നിൽക്കേണ്ടുള്ള വിഷമമായിരുന്നു രണ്ടാൾക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിലത്തെ വ്യൂ നമുക്ക് അവിടെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ നമുക്ക് വാഷ്റൂം തൊട്ട് നമ്മുടെ ബെഡ്റൂമിലിരുന്നാലും വാഷ്റൂമിലിരുന്നാലും ഇനി നമ്മുടെ ബാൽക്കണിയിലേക്ക് വന്നാലും എവിടെ നിന്നാലും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. നമ്മൾ പോയ സമയം നല്ല മഴക്കാലമായിരുന്നുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ അവിടെ ആതിരപ്പള്ളിയിൽ ചുറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. നമ്മളിതിന് മുന്നൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും അത്രയും വെള്ളമായിട്ട്, അതായത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗത്തുണ്ടാവും അതിൽ ഫുള്ള് വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആ ഒരു ഏരിയ മൊത്തത്തിൽ നിറച്ച് വെള്ളമായിട്ട് ഞാനിങ്ങനെ കാണുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാൽക്കണിയിൽ കണ്ട ഒരു രസകരമായ കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടി മാറ്റാനായിട്ട് കുറച്ച് കുരങ്ങന്മാരൊക്കെ നമ്മുടെ ബാൽക്കണിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറത്തേക്കുള്ള ഡോർ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം കുരങ്ങന്മാർ അവരുടെ ഒരു സാമ്രാജ്യം പോലെയാണ് ആ ഒരു ബാൽക്കണിയുടെ അവിടെയൊക്കെ വന്ന് നടക്കണം. ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും വരണമെന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം പേടിച്ചിട്ട് ഇനിയും അത് വരുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കി കുരങ്ങന്മാർ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെയൊക്കെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. നല്ല പോലെ വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ തന്നെ കാരണം മഴയൊക്കെ ആയതുകൊണ്ടായിരുന്നു. കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അധികം ദൂരേക്കുള്ളൊരു ട്രാവലിംഗ് അത്ര എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഇത് പോകാമല്ലോ. നമ്മൾക്ക് തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. മക്കളെയൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അധികം ദൂരേക്കൊന്നും പോകാണ്ടിരുന്നത്. പിന്നെ മഴക്കാലം കൂടിയാണ്. നമുക്ക് വേറെ എവിടേക്കെങ്കിലും കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മഴയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ വന്ന് താമസിച്ച ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയോണ്ട് നമുക്കത് വേറെ എവിടെയോ ചെന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മളവിടെ ചെന്നിട്ട് റൂമിൽ അവിടെ കുറേ സ്നാക്സും കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൽ ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം. ഇനി ബാക്കി അവിടെ ചിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതിന് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കുട്ടികളൊക്കെ ഉള്ളവർ വരുമ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. അവർക്കാണ് ഇതൊക്കെ എടുക്കാനായിട്ടുള്ള ആ ഒരു ഇത് വരിക. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ചിപ്സും അതുപോലെ വേറെ കുറേ നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ കറുമുറ് പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുരങ്ങന്മാരൊക്കെ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാളും പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്നായി. അങ്ങനെ എല്ലാവരോടും വായോ പുറത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞ് ടി വിയുടെ മുമ്പിൽ നിന്നൊക്കെ അവരെ എണീപ്പിച്ച് അങ്ങനെ കൊണ്ടിരുത്തിയതാണ്. പക്ഷെ അവർക്ക് എവിടെയും ഇരിപ്പ് ഉറക്കണില്ല. നമ്മളെപ്പോഴാണ് ഇനി വീട്ടിലേക്ക് പോകാമെന്ന് ചോദിച്ചിട്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു സ്ഥലവും അവിടുത്തെ ആ ഒരു ഇത് കണ്ടിട്ട് എൻ്റെ ഭംഗി ആസ്വദിച്ച് തീരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ചായയൊക്കെ ഇട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറയാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. പിന്നെ ഇവരും കൂടി പുറത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമാധാനത്തിന് ഇരിക്കുന്ന ആ ഒരു അന്തരീക്ഷം മാറും ചെയ്യും. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടി വി കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ രണ്ടാളും ടി വി കാണാനായിട്ട് അകത്തേക്ക് പോയി. നമ്മളിങ്ങനെ ഓരോ സിനിമകളൊക്കെ ആലോചിക്കായിരുന്നു കേട്ടോ, എത്ര സിനിമകളിലാണ് ഈ ഒരു ലൊക്കേഷനുള്ളതെന്ന്. അതിരപ്പള്ളി വാട്ടർഫോൾസ് നമുക്കറിയാം മലയാളത്തിലുള്ള സിനിമകളെക്കാളും കൂടുതൽ വേറെ ലാംഗ്വേജസിലാണ്, ഹിന്ദി, തമിഴ്, വേറെ കുറേ ഭാഷകളിലാണ്, കുറേ പാട്ടുകളിലും അങ്ങനെ വേറെ ഫൈറ്റ് സീനായാലും അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഈ ഒരു ലൊക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് സിനിമകൾ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് ഓരോ സിനിമകൾ ഏതാണ് അതിൽ ഈ ഒരു ഭാഗമാണോ ഇവിടെയാണോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഇരുന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും എനിക്ക് ഇവിടെ വന്ന ഒരു സമയം എന്ന് പറയുന്നത് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും വെള്ളമായിട്ട് വെള്ളച്ചാട്ടം അതിരപ്പള്ളിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമ്മൾ വരേണ്ട ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ ഇറങ്ങിയില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും പറയും മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് അത്ര സേഫ് അല്ല എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അധികം ഇറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഇങ്ങനെ വെള്ളമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നത്. അങ്ങനെ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോൾ വെള്ളച്ചാട്ടം കാണുന്നത് നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിലും പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അത് നല്ലോണം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല ശക്തിയിൽ നല്ല ഫോഴ്സിൽ നല്ല പോലെ വെള്ളം വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു 7-8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ നമുക്ക് പുറത്ത് എവിടെ നിന്നും അടുത്തൊന്നും നമുക്ക് അങ്ങനെ നല്ല ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നമുക്ക് എന്തായാലും അവിടെ റിസോർട്ടിനകത്തുനിന്ന് തന്നെ കഴിക്കേണ്ടി വരും.
ഇനിയില്ല അതുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെയൊക്കെ ഫുഡ് വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് പോയതായിരുന്നു. അവിടുത്തെ ഒരു ആംബിയൻസും സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ടേബിളിലും ക്യാൻഡിലൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. എല്ലാവർക്കും ക്യാൻഡിലായിട്ട് ഡിന്നർ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി. നമ്മൾ രാത്രിയിലാണ് അവിടെ പോയത്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് വേറെ ഏരിയ ഉണ്ട്. അങ്ങനെ ഒരാൾ പേടിച്ച് അതിൻ്റെ ആ ഒരു വക്കത്തിരിക്കണുള്ളൂ, കാലൊക്കെ ഇട്ട് നടക്കണുള്ളൂ. ചേട്ടനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ, അവന് നടക്കാനുള്ള ഇത്രയും ആ ഒരു ഡീപ്പേ ഉള്ളൂ. പക്ഷേ മോൾക്ക് പേടി കാരണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ നമുക്ക് ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നമ്മൾ രാത്രി തലേദിവസം വന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ചുറ്റും നിറച്ച് പച്ചപ്പായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവിടെ നിറച്ച് കോട പോലെയായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും നമുക്ക് ഉണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ അടിയിൽ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു റിസോർട്ടിൽ നിന്ന് നമുക്ക് അതിന് ആക്സസ് ഉണ്ടോ, അതോ നമ്മൾ ഏത് വഴിക്കാണ് പോയേ, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. 2 ദിവസത്തെ വിശേഷങ്ങളാകുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആവുന്നു, അതുകൊണ്ടാണ് കേട്ടോ.